ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? പായസം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അത് നമ്മൾ ചെറുതായിട്ട് സേമിയ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. വറുത്തെടുക്കുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കളർ വരും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. പായസം ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 1.5 ലിറ്റർ പാലാണ്. അപ്പോൾ ഈ 1.5 ലിറ്റർ പാലിക്ക് നമ്മളൊരു 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായി കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പ് ചവ്വരിയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയും ചേർത്ത് കൊടുക്കാം, പിന്നെ അത് വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സേമിയത്തിൻ്റെ ഒപ്പം ഇതും വെന്ത് കിട്ടും കേട്ടോ. ശേഷം നമ്മളിതിലേക്ക് 2-3 ഏലക്ക കീറിട്ട് കൊടുക്കുക. ഏലക്കയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളവരാണെച്ചെങ്കിൽ ഏലക്ക നമുക്ക് പൊടിച്ചിട്ടും ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പായസം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ വെച്ചിട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളൊരു 2-3 ടീസ്പൂൺ പഞ്ചസാര കൂടെ എടുത്തിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായിട്ട് കാരമൽ ചെയ്തെടുക്കണം കേട്ടോ. അത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ നമ്മൾ നന്നായിട്ട് കാരമൽ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുകൂടെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇതിന് നമ്മൾ കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇത് നമ്മൾ പായസത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പായസം പൊന്തിപ്പോവും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമുമാണ്. അത് നമ്മൾ നന്നായിട്ട് കഴുകി വെക്കുക. ശേഷം നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് മുന്തിരിയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുകൂടെ നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പായസം റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.